ഇപ്പം ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് 11 മാസമായിട്ട് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ 25 വർഷത്തിന് ശേഷം ഗാസയിൽ ആദ്യമായിട്ട് പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജനിച്ച് വീണ് ഏതാണ്ട് 10 മാസത്തോളം പ്രായമുള്ള കുട്ടിയെ പരിശോധനയ്ക്കായി കൊണ്ടുവന്നപ്പോഴാണ് ഈ പോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോളിയോ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ കരുതിയത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധാനന്തരമായ പ്രശ്നങ്ങൾ, അവിടെ മലിനജലം കെട്ടിക്കിടക്കുന്നു, നല്ല ശുദ്ധജലം കിട്ടുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോളിയോ അവിടെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ UN പറയുന്നു ഞങ്ങൾ 10 ലക്ഷത്തോളം പോളിയോ തുള്ളിമരുന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരാം. കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കണമല്ലോ, കുട്ടികളെ ആരോഗ്യപരമായി ഉയർത്തിക്കൊണ്ട് വരണം, ഇതൊക്കെയുള്ള പ്രശ്നമാണ്. അപ്പോൾ ഹമാസും രംഗത്ത് വരുന്നു, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, കാരണം എന്താ ഈ പോളിയോ നൽകാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് യുദ്ധത്തിൻ്റെ ഭീകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു, മറുവശത്ത് വളർന്നു വരുന്ന കുട്ടികൾ, ജനിച്ചു വീഴുന്ന കുട്ടികളൊക്കെ ആരോഗ്യപരമായിട്ട് ഒത്തിരി താഴേക്ക് പോകുന്നു. എന്തായിരിക്കും ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇനി ഉണ്ടാകാൻ പോവുക? യുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവാസ്റ്റേഷൻ, അലപ്പോ, സിറിയയിൽ അലപ്പോവും മൊസൂള് ഒക്കെ നടത്തിയിരിക്കുന്ന പോലെ തന്നെ അത്രയും ഭീകരമായിട്ടുള്ള ഡിവാസ്റ്റേഷൻ തന്നെയാണ് ഈ പറഞ്ഞ വളരെ ചെറിയ ഈ മുനമ്പ്, ഗാസ മുനമ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗാസ എന്ന് പറയുന്ന, ഇപ്പോൾ എല്ലാവരും ഗാസ എന്ന് പറയുന്ന പാലസ്തീൻ എന്ന നിലയിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തെ ടച്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും കുറേ കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗാസ പാലസ്തീനല്ല, എന്നാൽ പാലസ്തീൻ്റെ ആണ്. കാരണം എന്തുമാതിരി പാകിസ്ഥാൻ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ടായിട്ട് നിന്നിരുന്നു, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് പാലസ്തീൻ ഇപ്പോൾ കാണുന്ന ഒറിജിനൽ പാലസ്തീൻ എന്ന് പറയുന്ന പാലസ്തീനും ഈ പറയുന്ന ഗാസയും ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ്റെ ഭാഗം. ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് താനും, ഇതിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, തീവ്രവാദി സംഘടന എന്ന് പൊതുജനം എല്ലാവരും പറയും, അങ്ങനെയാണെന്നാണ്. അങ്ങനെ ഉള്ള സംഗതി വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് പാലസ്തീനെ ആളുകൾ പറഞ്ഞു, നിങ്ങളവിടെ ഭരിച്ചോ, ഞങ്ങളിവിടെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് പാലസ്തീൻ്റെ മറ്റേ ഭാഗം, കിഴക്കൻ ഭാഗം അവർ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയും ഹമാസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ശരിക്കും പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമോ ഒന്നുമില്ല. ഇപ്പം ബംഗ്ലാദേശിൽ ഈ ഇടയ്ക്ക് നടക്കുന്ന പോലെ ഇൻ്ററിം കൗൺസിൽ നടക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു ഇടപാടാണ് ശരിക്കും പറഞ്ഞ ഹമാസ്. അതിനൊരു ഭരണപരമായിട്ടുള്ള രീതികളോ മറ്റുള്ളതൊന്നുമില്ല. ഫണ്ട് വരുന്നു, ആ ഫണ്ട് അവിടുത്തെ ഉള്ള കുറച്ച് സിസ്റ്റം ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഡിവാസ്റ്റേഷനിലേക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് ഇവരുടെ ഈ തീവ്രവാദ സ്വഭാവവും ഇത്രയും വലിയ അറ്റാക്കാണ്. ഇതിൻ്റെ അനന്തരഫലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങളും കുട്ടികൾക്ക് വരുന്ന രോഗങ്ങളും ഒക്കെ. ഇതിൽ നിന്നും ഒന്നാമത്തെ ഡസ്റ്റ് അലർജി മൂലം വരാം, പകർച്ചവ്യാധികൾ വരാം, മലിനജലങ്ങൾ വരാം, ഡെഡ് ബോഡികൾ അടിയിൽ കിടന്ന് അളിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള രോഗപ്രശ്നങ്ങളും എല്ലാത്തിലേക്കും ഈ ഗാസയിലെ ഈ സിസ്റ്റം കൊണ്ട് ഉണ്ടാവാം. പക്ഷേ ഇതേ സമയത്ത് തന്നെ ഹമാസിനെ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ നടത്തുകയും വേണം. ഈ ഒരു കേസിൽ എങ്ങനെയെങ്കിലും ഹമാസിന് വെടിനിർത്തൽ നടത്തിക്കഴിഞ്ഞാൽ ലോകത്തോടുകൂടി ഒരു എക്സ്പ്ലനേഷനോടുകൂടി ഈ കാര്യത്തിൽ യുദ്ധം നിർത്താൻ കഴിയും എന്നുള്ളതാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് മുച്ചൂട് നശിപ്പിച്ച് ഇനിയും തല പൊങ്ങാത്ത രീതിയിൽ ഹമാസ് തീർന്നതിന് ശേഷം മതി എന്നാണ് ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹമാസ് തീരണം എന്ന് ആഗ്രഹിക്കുന്നത് മറ്റ് രാജ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഈ രസകരമായ സംഗതി. കാരണം ഈജിപ്ത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഈജിപ്തിലേക്ക് അഭയാർത്ഥികളെ അവർ കൊണ്ടുപോകുന്നില്ല, റഫേലിൽ നിന്നും കൊണ്ടുപോകുന്നില്ല. മറ്റ് രാജ്യങ്ങൾ ആരും ഇവരുടെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല. ഇത്രയും 54 മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് അവിടേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. അതിനും ഈ പറയുന്ന പോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ ഇവർ പോളിയോ കൊടുക്കാമെന്ന് പറയുന്ന UN ഒക്കെ ചേർന്നാണ് ചെയ്യുന്നതും. അതുകൊണ്ട് ഇതിൻ്റെ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എങ്കിൽ പോലും ഈ യുദ്ധം നിർത്തിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് രാജ്യങ്ങൾ. പക്ഷേ ചിലർ പറയുന്നത്, ചില കാര്യങ്ങളിൽ സംഭവിക്കുന്നത് യുദ്ധം നിൽക്കാതിരുന്ന് ഇത് കംപ്ലീറ്റ് തീർന്നെങ്കിൽ മാത്രമേ ഇനി ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും തീർത്തിട്ടേ ഞങ്ങൾ നിർത്തുള്ളൂ. അപ്പോൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഗാസയിലേക്ക് വരുന്നത്, വെസ്റ്റ് ബാങ്കിലേക്ക് വരുന്നത്. അവിടേക്കൊക്കെ വരുമ്പോഴും ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ബോംബ് ആക്രമണം നടത്തുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഈ പൂർണ്ണമായിട്ടും ഹമാസ് കീഴടങ്ങുക,
ഈ ഹമാസ് ഈ രാജ്യം വിട്ടുപോകും, ഞങ്ങൾക്ക് ഹമാസിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ആ നിലപാടിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ഹമാസും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടി കേൾക്കുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ കൂടെ ഹൂത്തിയുണ്ട്, ലെബനനുണ്ട്, അപ്പം ഹിസ്ബുള്ളയുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളിപ്പോൾ ഇസ്രായേലിനെ തിരിച്ചടിക്കും, ഇപ്പോൾ ഇസ്രായേലിനെ കത്തിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുന്നതോറും ഇസ്രായേലിന് അവരുടേതായ വാശി കൂടുന്നു. കാരണം അങ്ങോട്ട് കയറി ആക്രമിച്ചതിനാണ് തിരിച്ചടി എന്ന നിലയിലാണ് ഇസ്രായേൽ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൗദി അറേബ്യയിൽ 2 ദിവസത്തെ ചർച്ച നടത്തുന്നു, ഖത്തർ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഈ ഈജിപ്റ്റ് പങ്കെടുക്കുന്നു. പക്ഷേ ഇവരൊക്കെ പങ്കെടുത്തായിട്ട് ഇവർ പറയുന്ന നിർദ്ദേശങ്ങളോടൊക്കെ ഇസ്രായേൽ കേൾക്കുന്നുണ്ട്. പക്ഷേ മറുവശത്തോട് ഇസ്രായേൽ പറയുന്നു ഹമാസിനെ തീർക്ക്, ഹമാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും കീഴടങ്ങ്, ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർക്കാം. അതിന് അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നിട്ട് ഹമാസ് വീണ്ടും 2 വെടി വെക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും 2 ബോംബാക്രമണം നടത്തുന്നു. അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചു പോകുന്നു മാത്രമല്ല അവിടെ മലിനജലം കെട്ടിക്കിടക്കുന്നു. ഈ യുദ്ധാനന്തര പ്രശ്നം എന്ന് പറയുന്ന പോലെ, ഈ പറയുന്ന പോലെ പോളിയോ ബാധ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഈ ഹമാസിനെ ഇതിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് അല്ലെ പിന്തിരിപ്പിക്കാനായിട്ട് അമേരിക്കയോ ഈ ഈജിപ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾ ശ്രമിക്കണം. അപ്പം നേരത്തെ സാർ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊന്നും തന്നെ അഭയാർത്ഥികൾ എന്ന നിലയിൽ ഈ ഹമാസിനെ അല്ലെങ്കിൽ പാലസ്തീൻകാരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പാലസ്തീനെ ഞങ്ങൾക്ക് വേണ്ട, എങ്കിൽ ഇവർ അഭയാർത്ഥികളാണല്ലോ, കഷ്ടപ്പെടുന്നല്ലോ, ബുദ്ധിമുട്ടല്ലോ, ഞങ്ങളുടെ രാജ്യത്തെ കൊണ്ട് പാർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സൗദി അറേബ്യ ഒരു മുൻകൈ എടുക്കുന്നില്ല, ഖത്തർ മുൻകൈ എടുക്കുന്നില്ല, ലെബനൻ മുൻകൈ എടുക്കുന്നില്ല, ഈജിപ്ത് മുൻകൈ എടുക്കുന്നില്ല. അപ്പോൾ അവരെല്ലാം തന്നെ ഈ പറയുന്ന ഈ ഇസ്രയേലിൻ്റെ ശത്രു എന്ന് നമ്മൾ കരുതുന്ന പാലസ്തീനെ പേടിയാണ്. പാലസ്തീൻകാർ അവിടെ ചെന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഈ പറയുന്ന ഹമാസിൻ്റെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവന്മാർ അവിടെ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും, ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഒറ്റ അറബ് രാജ്യം പോലും ഹമാസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പാലസ്തീനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ തയ്യാറാകാത്തിടത്തോളം കാലം യുദ്ധം നീണ്ടുപോവുകയും ചെയ്യും. യുദ്ധം നീണ്ടുപോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം കംപ്ലീറ്റ് ഹമാസ് തീർന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തണം. ആര് നടത്തും? ഇതിൽ വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടാണ് അഭയാർത്ഥികളെ പിന്നെ സ്വീകരിക്കാത്തത്? കാരണം ഈ അഭയാർത്ഥികളുടെ പേരിൽ ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ അകത്ത് കയറിക്കറിഞ്ഞാൽ ആ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ബെൽജിയത്തിലുള്ള പ്രശ്നം, പിന്നെ ബ്രിട്ടനിലുള്ള പ്രശ്നം, ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പം മനുഷ്യത്വപരമായിട്ട് അവരെ അംഗീകരിച്ച് അവരെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് പാർപ്പിച്ചാൽ ഭാവിയിൽ ഇതേ ചിന്താഗതി മാറുന്നില്ലല്ലോ. ചിന്താഗതി മാറാത്തിടത്തോളം രാജ്യങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഇനി കഴിയില്ല. അത് മുസ്ലിം രാഷ്ട്രങ്ങളായാലും ശരി, ജനാധിപത്യ രാജ്യമായാലും ശരി, പിന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളായാലും ശരി. ഇപ്പം 3 തരം രാജ്യങ്ങളാണല്ലോ ലോകത്തുള്ളത്. ഒന്നല്ലെങ്കിൽ ജനാധിപത്യ രാജ്യം, അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങൾ. അങ്ങനെ ഈ 3 രാജ്യങ്ങൾക്ക് ഇവരെ സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാനസിക സ്ഥിതിയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സെറ്റപ്പ്. അത് ആ ചിന്താഗതിയെ എങ്ങനെ ഇവർ ഇല്ലാതാക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ ആത്യന്തികമായി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ അവർ ഈ പറയുന്ന രീതിയോട് എങ്ങനെ പ്രതികരിക്കും, അതിൽ മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഗതി ഇക്കാര്യത്തിൽ താഴെ വരികയും റിയാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ സമാധാനത്തിനും ജനങ്ങളുടെ നിലനിൽപ്പിനും അനുസരിച്ചിട്ട് അവരുടെ ഇടയിൽ മാറ്റം വരുമെന്ന് തന്നെയാണ് കാരണം ഈ രോഗം വന്ന് കുട്ടികൾ മരിക്കുന്ന അവസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സംഘടനയ്ക്കും ഇക്കാര്യത്തിൽ പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. അതെ, അതായത് പോളിയോ ബാധ വ്യാപിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വെക്കുകയാണ്, നിങ്ങളിത് ഇന്ന് പിന്മാറണം, ഇത് കൊടുക്കണം. അപ്പം UN തയ്യാറാണ്, 10 ലക്ഷം തുള്ളി പോളി മരുന്ന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഹമാസ് പറയുന്നു 7 ദിവസത്തേക്ക് വെടി നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇതിനൊക്കെ അന്തിമമായ തീരുമാനം എടുക്കേണ്ട ഇസ്രായേൽ. അവിടെയാണ് പ്രശ്നം. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഒരു 7 ദിവസത്തേക്ക് വെടി നിർത്താൻ അവിടെ സമ്മതിച്ചു കൊടുത്താൽ ആ സമയം കൊണ്ട് ഹമാസ് ഇടിച്ചു കയറി. ശരിയാണ്, ഹമാസ് എന്ന് പറയുന്നത് കണ്ണിച്ചോര ഇല്ലാത്ത ഒരു തീവ്രവാദ നിലപാടുള്ള സംഘടന തന്നെയാണ്. അവർക്ക് ഇവിടെ പോളിയോ വന്നെന്നോ അല്ലെങ്കിൽ ഈ പാലസ്തീൻകാർക്ക് പ്രശ്നമുണ്ടെന്നോ ഒന്നും അവർ മൈൻഡ് ചെയ്യില്ല. അവർക്ക് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ ഇസ്രായേലിനെ അടിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ അതിന് അനുവദിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നില്ല. ഇസ്രായേലിൽ വിചാരിച്ചല്ലേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ താൽക്കാലികമായി ഇല്ലാതാക്കുക. ഇപ്പോൾ PLO ഇല്ലാതായി പോയി, അതുപോലെ തന്നെ പല സംഘടനകളും ഇല്ലാതായി. പക്ഷെ അതിൻ്റെ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ മാനസിക സ്ഥിതി, അതെങ്ങനെ ഇല്ലാതാക്കും? അത് ഇസ്രായേൽ
ഇസ്രായേലല്ല ലോകത്ത് ഒരു രാജ്യങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. അവിടുത്തെ ജനങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ തീരുമാനിച്ചേ പറ്റൂ. അതെ അതെ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഹമാസ് നുഴഞ്ഞു കയറുകയും അവരുടെ മനസ്സിൽ ഈ തീവ്രവാദ സ്വഭാവം ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ആ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന, അതായത് പുതിയ തലമുറയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന എന്താണ്, നീ മതപരമായ കാര്യങ്ങൾ പഠിക്കുക, നിന്റെ ഒരു തോക്ക് എന്നിട്ട് നീ അവനാണ് ശത്രു, ജൂതൻ നമുക്ക് വേണ്ട, ജൂതനെ കാണുന്നിടത്ത് വെടിവെച്ച് കൊല്ലുക. ഇത് ഇഞ്ചക്ട് ചെയ്യുന്നിടത്തോളം കാലം ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല. അല്ല, നല്ലവരായിട്ടുള്ള ആളുകളുണ്ടല്ലോ സമൂഹത്തിൽ. ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ നല്ലവരും സന്മനസ്സും ഉള്ളവരും പിന്നെ മാനുഷികമായി ഉയർന്ന മൂല്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ സൈലൻ്റ് ആയാലാണ് ആ പ്രശ്നം. അവരുടെ നിശബ്ദതയാണ് എല്ലാ പ്രതിസന്ധിക്കും കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വളരെ ചെറിയ ന്യൂനപക്ഷമാണ് എപ്പോഴും പ്രശ്നക്കാരെ. ആ പ്രശ്നക്കാരെ നേരിടാൻ മറ്റ് ഭൂരിപക്ഷം വരുന്ന നല്ല ആളുകൾ സൈലൻ്റ് ആയാൽ, അവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി വോക്കലാവണം. അപ്പോൾ അതിന് വളരെ രസകരമായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കുടിയേറ്റക്കാരെ വേണ്ട എന്നും പറഞ്ഞ് ബ്രിട്ടനിൽ അവിടെ ഒരു വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി. പക്ഷേ ആ കുടിയേറ്റക്കാരെ വേണ്ട എന്ന് പറയുന്ന പ്രക്ഷോഭം അക്രമാസക്തമാവുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലെ ഭൂരിപക്ഷം ആളുകൾ അവർ പറയുന്നതിന് 7 മണിക്ക് പരിപാടി തുടങ്ങിയതിന് മുമ്പേ അവിടുത്തെ ജനങ്ങൾ റോഡിലിറങ്ങി. എന്നിട്ട് ഇവരെ തല്ലി ഓടിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ കുടിയേറ്റത്തിന് എതിരെ വന്ന ആളുകൾ അവർ അക്രമാസക്തമാവുന്നു എന്നുള്ളിടത്താണ് അവർ ബ്രിട്ടൻ എതിർത്തത്. അതെ, ബ്രിട്ടൻ എതിർത്തത് ഈ പറയുന്ന മറ്റ് പ്രശ്നങ്ങളോടല്ല. പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ അക്രമാസക്തമാവുന്നു എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു അത് നടപടിയാവില്ല, അതിന് ഞങ്ങൾ സപ്പോർട്ടില്ല, മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ. അപ്പോൾ അതേ സ്വഭാവം എല്ലാ ലോകരാജ്യങ്ങളിലും എല്ലായിടത്തും നന്മയുടെ കൂടെ നിൽക്കാൻ ജനങ്ങൾ തയ്യാറാവണം, എന്നെങ്കിൽ മാത്രമേ ഇക്കാര്യം നടക്കുകയുള്ളൂ. എന്തായാലും 4 നൂറ്റാണ്ടിന് ശേഷം ഈ പോളിയോ ബാധ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യത്തിൽ UN-ൻ്റെയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ, ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടെ നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.